ഈ വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നാട് മുഴുവനും പച്ച വർഗീയത പറയാൻ വേണ്ടി ചാൻസ് ഒരുക്കി കൊടുത്ത ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പൊ കുറെ അന്തം കമ്മികൾ, സൈബർ കമ്മികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് VD സതീശനെതിരെ ഇല്ലാതെ പച്ച കളവ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രചരിപ്പിച്ചോ? കാരണം നിങ്ങൾ കുഴത്തൊഴിലാണല്ലോ. ഇല്ലാതെ കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്ന ആ സിദ്ധാന്തം, ജീവൻ സിദ്ധാന്തം, ഒരു കളവിനെ പറഞ്ഞ് സത്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആണും പെണ്ണും കെട്ട ഒരു വർഗ്ഗങ്ങളാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഒറ്റ കാര്യം ഇവിടുത്തെ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ളൂ. കാരണം 10 മിനിറ്റ് കൊണ്ട് ഒരു ഗവൺമെന്റിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയ ഒരു വിഷയത്തെ ഇതുപോലെ വർഗീയ വിഷം ചീറ്റാൻ വേണ്ടി ലൈവായി നിർത്തിച്ചു കൊടുത്ത ഈ ആണും പെണ്ണും കെട്ട ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ ഒന്ന് വിമർശിക്കുക പോലും നിങ്ങൾ ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ ബോധമുള്ള ജനങ്ങൾക്ക് അറിയാം. അതൊക്കെ മാറ്റിവെക്കാം. ഇതിനകത്ത് ഒരു വഖഫ് മന്ത്രി ഉണ്ടല്ലോ അല്ലെ, ആ മന്ത്രി ഈ സമയം വരെയായിട്ട് എന്തെങ്കിലും ഒന്ന് വായ തുറന്നു പറഞ്ഞോ? ഇങ്ങനെ വർഗീയ വിഷം തീറ്റുന്ന വർഗത്തിനെതിരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കി വീണ്ടും അധികാര തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ പൊതുസമൂഹം കാണും. ഇവരുടെ കോടതിക്കകത്ത് നടക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു സമുദായത്തിലെ മുഴുവൻ സംഘപരിവാർ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ഇവിടെ ബോധമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പറഞ്ഞ അവിടെ 600ഓളം പാവപ്പെട്ട കുടുംബങ്ങളെ കുടിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നോക്കിയാണ്. ആരാ കുടിയെടുപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പോയോ? ഏതെങ്കിലും മതസംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അഭിപ്രായമോ പറഞ്ഞേ ഇല്ലല്ലോ. പിന്നെ അവിടെ കൊടുത്തത് എന്താ വിഷയം എന്താവുന്നത്? അവിടെ നോട്ടീസ് കൊടുത്തത് 12 റിസോർട്ട് മുതലാളിമാർക്കാണ്. ആ മേഖലയിൽ താമസിക്കാത്ത റിസോർട്ട് മുതലാളിമാർക്ക് കോടതി എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെയുള്ള ഈ 600 കുടുംബങ്ങൾക്ക് നാളെ ഇന്ന് വരെ ഒരു നോട്ടീസ് പോലും ആരും കൊടുത്തിട്ടില്ല. ഈ തെമ്മാടികൾ, ഈ ചാണകങ്ങൾ നാട് മുഴുവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താ? ഇവിടെ എന്തോ സംഭവമാണ്, ഇവിടെ വഖഫ് ബോർഡാക്കിയിട്ട് ഇവിടെ എന്തോ അങ്ങ് എന്താ പറയുക കാശ്മീരാ അങ്ങനെയായിട്ട് അങ്ങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെ ഈ നാളം കെട്ട വർഗ്ഗങ്ങൾ പറയുമ്പോ അത് വിശ്വസിക്കാൻ മാത്രം മടയന്മാര ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെയേ അല്ല. അപ്പൊ അതിനകത്ത് വളരെ ക്ലിയർ ആണ്. കോൺഗ്രസിന്റെ നിലപാടും കോൺഗ്രസിന്റെ സ്റ്റാൻഡും വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് അക്ഷരം തെറ്റാതെ മനസ്സിലാവുന്ന ഭാഷയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് വിവരിച്ചിട്ടുണ്ട്. അത് സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ സംഘപരിവാറിന് ചൂട്ടുപിടിക്കുന്ന പരിപാടിയൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ സംഘപരിവാറിനോട് സന്ധിയില്ലാത്ത സമരം പോരാട്ടമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ RSSന്റെ നാഗ്പൂരിൽ പോയിട്ട് വടാപാവും ചായയും കുടിച്ചിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏത് ചെകുത്താനുമായി കൂട്ടുകൂടാ എന്നൊക്കെ തിട്ടൂരം കൽപ്പിച്ചവരാണ് ഇപ്പം വന്നിട്ട് ഞങ്ങൾക്ക് RSSന്റെ ചാപ്പ കുത്തുന്നത്. അതും മാത്രമല്ല, സംഘപരിവാറിന് കേരളത്തിൽ വളരാൻ വേണ്ടി ഈ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് എല്ലാ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നാണം കെട്ട ഗവൺമെന്റാണ് പിണറായി ഗവൺമെന്റ്. പറയുന്നത് എന്താ? ഞങ്ങളുടെ സംഘപരിവാറിനെ അങ്ങ് വലിക്കാൻ നടക്കും. അങ്ങനെ വലിക്കാൻ നടക്കുകയാണെങ്കിൽ ഈ വഖഫിന്റെ വിഷയവുമായി മാത്രം ബന്ധപ്പെട്ട് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പിന്റെ ഈ പ്രത്യശ്വാസത്തിനെതിരെ ഒരക്ഷരം ഏതെങ്കിലും ഒരു അന്തം കമ്മി നേതാക്കന്മാർ ഇന്ന് വരെ വായ തുറന്നിട്ടുണ്ടോ? തുറന്നിട്ടേ ഇല്ല. അതിനെ കൃത്യമായിട്ട് എതിർത്തതും അത് തെറ്റാണ്, ഈ വർഗീയ വിഷം ചീറ്റാൻ പാടില്ല എന്ന് പറഞ്ഞതും കേന്ദ്രമന്ത്രി വർഗീയ വിഷം ചീറ്റിയപ്പോൾ അതിനെതിരെ കോടതിക്കകത്ത് കേസ് കൊടുത്തതും ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഈ UKG സെന്ററിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്യാപ്സ്യൂളും വിഴുങ്ങി വന്ന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ VD സതീശൻ 2 തെറി വിളിച്ച് അങ്ങ് ഉണ്ടാക്കി കളയുക എന്നുള്ള ധാരണ ഉണ്ടെങ്കിലേ അത് 4 ആക്കി മടക്കി പോക്കറ്റിൽ അങ്ങിട്ട് പിന്നെ കോടതിക്കകത്ത് ഒരു നിയമം വരും. ആ കോടതി അന്ന് ഈ വിധിയെല്ലാം കൽപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഒരു മതസംഘടന ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ബാബറി മസ്ജിദിന്റെ വിഷയം വന്നില്ലേ? ബാബറി മസ്ജിദിന്റെ വിഷയം വന്ന് കോടതി അവസാനം വിധി കൽപ്പിച്ചത് എന്താ? അവിടെ ശ്രീരാമക്ഷേത്രം പണിയണം, അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴും ഈ പറയുന്ന ഈ സമുദായം വിട്ടുകൊടുത്തില്ലേ? ആർക്കെങ്കിലും ഒരു പരാതിയോ പരിഭവമോ ഉണ്ടായോ? ഇല്ല. എന്താ പറഞ്ഞത്? ആ സ്റ്റേറ്റ്മെന്റ് വന്ന ഉടനെ തന്നെ ഈ സമുദായത്തിന്റെ എത്തപ്പെട്ട നേതാക്കന്മാർ എന്താ പറഞ്ഞത്? അത് അവർക്ക് കോടതി വിധിയാണ്, കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങളെ സമാധാനിപ്പിക്കുന്ന എന്താ പറയുക ഒരു വിഭാഗം. ആ വിഭാഗത്തിനെതിരെ ഇല്ലാതെ പച്ചക്കളവ്, പച്ച വർഗീയത പറഞ്ഞു നടക്കുമ്പോൾ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനെങ്കിലും ഇങ്ങനെ പറയാൻ പാടില്ല എന്നെങ്കിലും ഒരു തിട്ടൂര ഒന്ന് പറയാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടി ഈ നാണം കെട്ട ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരാളുണ്ടായിട്ടില്ല എന്നുള്ള റിയാലിറ്റിയും സത്യവും അങ്ങനെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾക്കെതിരെ RSSന്റെ ചാപ്പ കുത്താൻ വന്നാൽ അതൊന്നും വിലപ്പോവില്ല. കാരണം RSSനോട് സംഘപരിവാറിനോട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നവരാ ഞങ്ങൾ. അല്ലാതെ CPMന്റെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയൊന്നും അല്ല ഞങ്ങൾ. അതൊരു പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച സ്റ്റാൻഡ്, കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാട് അത് 100% കറക്റ്റാണ്, ശരിയാണ്. അവിടെ താമസിക്കുന്ന 600 പേർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ അവർക്ക് അവിടെ നിന്നും കുടിയൊഴിക്കേണ്ടി വരികയില്ല. അത് കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കളവുകൾ നിങ്ങൾ പ്രചരിപ്പിച്ചോ, അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. നിങ്ങളെ കുഴത്തൊഴിലാണ്. നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ടെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരെ വേട്ടിയാണ് ചരിത്രവും ഇതൊക്കെ നമ്മളെ മുമ്പിലും ഈ സമൂഹത്തിന്റെ മുമ്പിലും ഉണ്ട് എന്നുള്ള ഒരു ബോധം കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ നിലപാടിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാടിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് വളരെ ക്ലിയർ
ക്ലിയർ ആണ്, സ്പെസിഫിക് ആണ്, സത്യമാണ്. അതിനൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട. ഈ നാണം കെട്ട വർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്ന പച്ചക്കളവുകൾ കല്ല് വെച്ചെന്നുള്ള അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ കേരളത്തിലെ പൊതുസമൂഹം കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും അല്ലെങ്കിൽ ചവിട്ടി തള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. ഓക്കെ.